തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് യുവമോർച്ച നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരെ പോലീസ് തല്ലിച്ചതച്ചു. ആശുപത്രിയിൽ നടന്നത് കൊലപാതകമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി സംഘം PK കൃഷ്ണദാസ് പറഞ്ഞു. വിളപ്പിൽശാലയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. BJP യുവമോർച്ച പ്രവർത്തകരുടെ മാർച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരെ പോലീസ് ക്രൂരമായി തല്ലിച്ചതച്ചു. സംഘർഷത്തിൽ പരിക്കേറ്റ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അഖിൽ പാലോട്ടുമഠത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രി അധികൃതരുമായി സംസാരിക്കാനെത്തിയ BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസിനെ പോലീസ് തടയുകയും ചെയ്തു. യുവമോർച്ച ജില്ലാ സെക്രട്ടറി വിഷ്ണു ചന്ദ്രൻ, യുവമോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഷിബിത് തുടങ്ങിയവരെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തുടർന്നുള്ള ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും SP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. കേരളത്തിലെ ഈ ആശുപത്രി എന്ന് പറയുന്നത് ഒരു കൊലപാതകം നടത്തുന്ന കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ നിന്നും രക്ഷപ്പെടണം. ഇവിടെ PR വർക്കിലൂടെ ഈ അധപ്പതനത്തെയും ആരോഗ്യമേഖല തകർച്ചയെയും ഇല്ലെന്ന് കാണിക്കാനാണ് നമ്മുടെ സ്ഥലം MLAയും അതുപോലെ കേരളത്തിലെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നത്. യുവമോർച്ചയ്ക്ക് പുറമെ യൂത്ത് കോൺഗ്രസ്, ആം ആദ്മി പ്രവർത്തകരും ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. ശ്വാസകോശ സംബന്ധമായ അസുഖത്തിന് ചികിത്സ തേടിയെത്തിയ കൊല്ലംകോണം സ്വദേശി ബിസ്മിർ മതിയായ ചികിത്സ ലഭിക്കാതെയാണ് മരിച്ചതെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നും കുടുംബവും പ്രതികരിച്ചു. ഒരു ഗവൺമെൻറ് സ്ഥാപനം നൈറ്റ് ഡ്യൂട്ടിക്ക് ആളുള്ളപ്പോഴത്തേക്ക് എന്തിനാണ് അടച്ചിടുന്നത്? അകത്തുനിന്ന് ലോക്കായിരുന്നു. ഒരു പട്ടി കയറാതിരിക്കുകയാണെങ്കിൽ അവർക്ക് ജസ്റ്റ് ചാരിടാം. ഒരിക്കലും പട്ടി വന്നിട്ട് ഗ്രില്ല് ഓപ്പൺ ചെയ്ത് കയറത്തില്ലല്ലോ. അത്രയും സമയം ഒരാൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട്. 2 മിനിറ്റ് ആയിട്ടുള്ളൂ, 2 മിനിറ്റത്തോളം ഒരാളെ പിടിച്ച് വെള്ളത്തിൽ മുക്കി വെച്ചാൽ ഇരിക്കുമോ? ശ്വാസം കിട്ടാതാണ് പോയത്. പുള്ളി ഹാർട്ട് പേഷ്യൻ്റ് അല്ല. ജനം, തിരുവനന്തപുരം.